അവോധ കരിയർ എക്സ്പേർട്ടിൻ്റെ അവോധ എംപ്ലോയി ട്രെയിനിങ് സീരീസ് മോഡ്യൂൾ 4ലേക്ക് സ്വാഗതം. നിങ്ങൾ സക്സസ്ഫുള്ളി മോഡ്യൂൾ 3 കംപ്ലീറ്റ് ചെയ്തു. സോ കൺഗ്രാറ്റുലേഷൻസ്. നമ്മൾ മോഡ്യൂൾ 4 ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദ നീഡ് ഫോർ സ്കിൽ ട്രെയിനിങ് എന്നുള്ളതിനെ പറ്റിയാണ്. സ്കിൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു മോഡ്യൂളിനകത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദ നീഡ് ഫോർ സ്കിൽ ട്രെയിനിങ്, അണ്ടർസ്റ്റാൻഡിങ് ദ ഡ്രൈവിംഗ് ഫോഴ്സ് ബിഹൈൻഡ് അവോധാസ് മിഷൻ. ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ പിന്നിലേക്ക് മാത്രം നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടും. നമുക്കറിയാവുന്നതുപോലെ കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഈ ലോകത്തെ തന്നെ ഒന്ന് അട്ടിമറിച്ചൊരു കാര്യമായിരുന്നു. കാരണം കോവിഡ് വരുന്നത് വരെ എല്ലാവരും ചിന്തിച്ചിരുന്നത് ഒരു തൊഴിലുള്ള ഒരു ആളെ സംബന്ധിച്ചിടത്തോളം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ തൊഴിൽ ഓക്കെയാണ് അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു ജോബിൽ ഞാൻ സെക്യൂർ ആണ് എന്ന് ചിന്തിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു. പക്ഷേ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴാണ് ആളുകൾ എന്തുപറ്റി, പല ആളുകൾക്കും ജോലി നഷ്ടപ്പെടുവാനിടയായി തീർന്നു. പല ആളുകൾക്കും ജോലി നഷ്ടപ്പെട്ടില്ല, പക്ഷേ എങ്കിലും സാലറീസ് കട്ട് ഷൂട്ട് ചെയ്തു. അങ്ങനെ വളരെയധികം ടഫായിട്ടുള്ളൊരു ടൈമിലൂടെയാണ് ഈ കോവിഡിൻ്റെ സമയത്തിൽ ഓരോ വ്യക്തി ജീവിതങ്ങളും എന്ത് ചെയ്തത്, കടന്നുപോയത്. ഈ സമയത്താണ് ഓരോരുത്തരും മനസ്സിലാക്കാൻ വേണ്ടി തുടങ്ങിയത്, ഞാൻ ഒരു ജോബിൽ മാത്രം ട്രസ്റ്റ് ചെയ്തിരുന്നാൽ പോരാ, മറിച്ച് എനിക്ക് മറ്റൊരു ജോബ് വേണം, അല്ലെങ്കിൽ മറ്റൊരു സ്കിൽ എനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്നുള്ളൊരു ചിന്ത വന്നത്. ഓക്കെ, സോ COVID-19 എന്ന് പറയുന്നത് ലോകത്തെ തന്നെ എന്ത് ചെയ്തു, ഒന്ന് മാറ്റിമറിച്ചു, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ചിന്താഗതിയെ തന്നെ മാറ്റിമറിച്ച ഒന്നായിരുന്നു COVID-19 എന്ന് പറയുന്നത്. അപ്പം അഡാപ്റ്റിംഗ് ടു ദ ന്യൂ റിയാലിറ്റി ഈസ് നോ ലോങ്ങർ എ ചോയ്സ്, ബട്ട് അതൊരു നെസസിറ്റി ആയിട്ട് എന്ത് ചെയ്തു, അത് മാറി. പുതിയൊരു റിയാലിറ്റിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളത് അതൊരു ചോയ്സ് ആയിട്ടല്ല, മറിച്ച് അതൊരു നെസസിറ്റി ആയിട്ട്, ആവശ്യകതയായിട്ട് വന്നത് അപ്പോഴാണ്. അങ്ങനെയാണ് ഓരോരുത്തരും എന്ത് ചെയ്തത്, പുതിയ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു തൊഴിൽ മേഖലയിലേക്ക് കയറാൻ വേണ്ടിയുള്ള ലേണിംഗ്, എക്സ്ട്രാ സ്കിൽ ലേണിങ്സ് എന്ത് ചെയ്തത്, ആരംഭിച്ചത്. നമ്മൾ ഈ പറഞ്ഞ കാര്യം നമ്മളുടെ രാജ്യത്തിൽ, ഇന്ത്യയിൽ എത്രത്തോളം അത് അഫക്റ്റ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇൻ ഇന്ത്യ 2020 കണക്ക് പ്രകാരം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇന്ത്യയിൽ വന്നത് ഏകദേശം 23.5% ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഓരോ സംസ്ഥാനത്തും എത്രത്തോളമാണ് ഈ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വർദ്ധിച്ചതെന്നുള്ളത്. ഓക്കെ, ഇന്ത്യയിൽ അതിനു മുൻപ് ഏകദേശം 8% മാത്രമായിരുന്നെങ്കിൽ, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് 8% കോവിഡ് വന്നതോടുകൂടി ഈ 8 എന്നുള്ളത് നേരെ 23% മാറി. 23% എന്ന് പറയുമ്പോൾ ടോട്ടൽ പോപ്പുലേഷൻ്റെ ഏകദേശം കാൽഭാഗം ജനങ്ങൾക്കും എന്തില്ല, തൊഴിലില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറി. അപ്പം നമ്മൾ ചിന്തിക്കുക, ഈ 23% എന്ന് പറയുമ്പോൾ രാജ്യമൊട്ടാകെ നോക്കുന്ന സമയത്ത് അതൊരു ഹ്യൂജ് നമ്പറാണ് അല്ലേ. അപ്പോൾ ഇത്രയും ആളുകൾക്കും ജോലി ഇല്ല അല്ലെങ്കിൽ ഒരു തൊഴിലില്ല എന്ന് പറയുന്നൊരു സാഹചര്യത്തിലേക്ക് നയിച്ച ഘടകമാണ് കോവിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആളുകൾ ഇങ്ങനെ തൊഴിലില്ലാത്തൊരവസ്ഥയിൽ വന്ന സമയത്താണ് പല ആളുകൾക്കും അപ്പോൾ മനസ്സിലായത്, എനിക്ക് ഈ ജോലി മാത്രം പോരാ, എക്സ്ട്രാ സ്കിൽ എന്ത് ചെയ്യണം, അത് ലേൺ ചെയ്യണം. ഇവിടെയാണ് നമ്മളുടെ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, മറ്റൊരു കണക്കും കൂടി നമുക്ക് നോക്കാം. രാജ്യത്ത് ഓരോ വർഷവും ഗ്രാജുവേറ്റ് ചെയ്തിറങ്ങുന്ന സ്റ്റുഡൻസിൻ്റെ സ്ട്രെങ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഹ്യൂജ് നമ്പറാണ്. ഓക്കെ, നമ്മളുടെ നിയർ ബൈ ആയിട്ടുള്ള കോളേജസ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കോളേജസ് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, ഒരു കോളേജിൽ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാത്രം ഏറ്റവും കുറഞ്ഞത് ഒരു 20, 30 അല്ലെങ്കിൽ 50 സ്റ്റുഡൻസ് വരെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സ്ട്രെങ്ത് ഉണ്ടാവും. ഇത്രയും കുട്ടികളാണ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാത്രം എന്ത് ചെയ്യുന്നത്, ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു കോളേജിൽ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഒരു കോളേജിൽ നിന്ന് മാത്രം ഏകദേശം 150 അല്ലെങ്കിൽ 200 അതിന് മുകളിലും ആയിരിക്കും എന്ത് വരുന്നത്, സ്ട്രെങ്ത് വരുന്നത്, ഗ്രാജുവേറ്റ് ചെയ്തിറങ്ങുന്ന കുട്ടികളുടെ സ്ട്രെങ്ത് വരുന്നത്. ഇത് ഒരു കോളേജിൻ്റെ കണക്കാണ്. അപ്പോൾ നമ്മളുടെ ജില്ലയിൽ മാത്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ജില്ലയിൽ പിന്നെയും ഒരു നല്ല രീതിയിലുള്ളൊരു സ്ട്രെങ്ത് വരും. അത് നമ്മളൊരു സ്റ്റേറ്റ് വൈസ് നോക്കുവാണെങ്കിൽ, സംസ്ഥാന തലത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ സംസ്ഥാന തലത്തിൽ പിന്നെയും അതിൻ്റെ ഒരു ഹ്യൂജ് നമ്പറിലേക്ക് പോകും. അപ്പോൾ അത് രാജ്യമൊട്ടാകെ നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം കണക്കുകൾ പറയുന്നത് 1 കോടിയിലധികം കുട്ടികൾ ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഓക്കെ,
എത്ര കുട്ടികളായിക്കോട്ടെ 1 കോടി, അത് ഇപ്പം നമ്മൾക്ക് ഓക്കെ ആണോ, അത് നമുക്ക് എത്രത്തോളം വാസ്തവമാണെന്ന് നമുക്ക് അറിയത്തില്ല കണക്കുകൾ. നമ്മൾ ജസ്റ്റ് പോട്ടെ 1 crore വീട് ഏകദേശം 50 ലക്ഷമെങ്കിലും എടുക്കുക. 50 ലക്ഷം കുട്ടികൾ എങ്ങനെ പോയാലും ഉണ്ടാവും. ഓക്കെ, ഇത്രയും കുട്ടികൾ ഒരു വർഷം ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങുവാന്ന് വിചാരിക്കുക. ഇത്രയും കുട്ടികൾ ഗ്രാജുവേറ്റ് ചെയ്ത് ഇറങ്ങുന്നതിൽ എത്ര കുട്ടികൾക്ക് ജോലി കിട്ടുന്നുണ്ട്? പല കുട്ടികളും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്കൊരു ജോലി കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്ത് ഞാൻ ജോലിക്ക് കയറും എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിലാണ് എല്ലാ കുട്ടികളും പഠിക്കുന്നത്, പ്രത്യേകിച്ച് ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ സ്കിൽ ട്രെയിനിങ്സ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പോകും, കോളേജസിൽ സെമിനാർസൊക്കെ ആയിട്ട്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് കുട്ടികൾക്ക് പല കുട്ടികൾക്കും അല്ലെങ്കിൽ ഭൂരിഭാഗം കുട്ടികൾക്കും തന്നെ സ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് അറിയത്തില്ല. കാരണം അവർ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു ഡിഗ്രി പഠിക്കുന്നുണ്ട്, ഈ ഡിഗ്രി കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും, ഇത് വെച്ചിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ജോബ് വേക്കൻസി കാണുന്ന സമയത്ത് അതിലേക്ക് അപ്ലൈ ചെയ്യും, എനിക്ക് അതിലേക്ക് ജോലിക്ക് കയറാൻ സാധിക്കും എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ ഈ ഡിഗ്രി കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് കിട്ടി, അതിനുശേഷം ഇവരൊരു ജോലിക്ക് വേണ്ടി നോക്കുന്ന സമയത്താണ് ഇവർ മനസ്സിലാക്കുന്നത്, എനിക്ക് ഈ പറയുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം പോരാ എനിക്കൊരു ജോലി കിട്ടാൻ എന്നുള്ളത്. ഓക്കെ, 2024 കണക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ around 52.3% in 2024 are considered employable by the industry. ഏകദേശം 52.3% മാത്രം കുട്ടികളായിട്ട് എന്തുള്ളൂ, അവര് ജോലിയിലേക്ക് പ്രവേശിച്ചിട്ടുള്ളൂ. അപ്പം ഏകദേശം പകുതിയോളം കുട്ടികൾക്ക് എന്ത് ചെയ്തിട്ടില്ല, ജോലി കിട്ടിയിട്ടില്ല. പല ആളുകളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വിച്ച് ഡിഗ്രി ഹോൾഡർ ഈസ് മോസ്റ്റ് അൺഎംപ്ലോയിഡ് ഇൻ ഇന്ത്യ എവ്രി ഇയർ. ഓക്കെ, സോ ഇത്രയും കുട്ടികളാണ് ഓരോ വർഷവും, ഇത് ഏകദേശം കണക്കാട്ടോ, ഓരോ വർഷവും എന്ത് ചെയ്യുന്നത്, ജോലി കിട്ടാതെ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല കുട്ടികളുടെയും തോട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത് ജോലി കിട്ടും എന്നുള്ളതാണ്. പക്ഷേ ജോലി കിട്ടും, ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലി കിട്ടത്തില്ല എന്ന് ഞാൻ തീർത്ത് പറയുന്നില്ല, ജോലി കിട്ടും. പക്ഷെ കിട്ടുന്ന സമയത്ത് സാലറീസ് വളരെ കുറവായിരിക്കും. ഈവൻ 6000 രൂപ അല്ലെങ്കിൽ 8000 രൂപ അല്ലെങ്കിൽ 10000 രൂപ ഈ ഒരു എമൗണ്ടിൽ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം വർക്ക് ചെയ്യുന്ന കുട്ടികൾ ഇഷ്ടം പോലെയുണ്ട്. അപ്പം ഇങ്ങനെ കുട്ടികൾ പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ ഒരു ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ട്രാവലിംഗ് എക്സ്പെൻസ് ഉൾപ്പെടെ അവരുടെ പേഴ്സണൽ ചെലവുകൾ അല്ലെങ്കിൽ ഫുഡിൻ്റെ ചെലവുകൾ, അങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഈ പറയുന്ന ഇവർക്ക് കിട്ടുന്ന ശമ്പളം ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, ഒതുങ്ങത്തില്ല. അല്ല, സംഭവം അവരത് മാനേജ് ചെയ്തു, കിട്ടുന്ന ശമ്പളത്തിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷെ ഇവർക്ക് സേവിങ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓരോരുത്തരും വർക്ക് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്, നല്ലൊരു സേവിങ്സ് ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ഈ സേവിങ്സിന് കിട്ടാൻ തക്കതായിട്ടുള്ള ഒരു നല്ലൊരു വരുമാനം ഇവർക്ക് ഉണ്ടാകണം. ഈ പറയുന്ന വരുമാനം അവർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, മറിച്ച് നല്ലൊരു സ്കില്ല് വേണം എന്ന് ഇവരെന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പല കുട്ടികളോടും നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്, സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. നമ്മളുടെ മുന്നിൽ വരുന്ന കുട്ടികളോട് നമ്മൾ എന്ത് ചെയ്യണം, അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക സ്കില്ലിൻ്റെ പ്രാധാന്യത എന്താണ്, നമ്മളൊരു ജോലിക്ക് പോകുന്ന സമയത്ത് അതിൻ്റെ ആവശ്യകത എന്താണെന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനോടുകൂടെ തന്നെ ഞാനൊരു എക്സാമ്പിൾ ത്രൂ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഈ പറയുന്നത് പോലെ അവനൊരു പെർട്ടിക്കുലർ ഫോക്കസ് ഉണ്ട്, എനിക്ക് ഡിഗ്രിക്ക് ശേഷം എനിക്ക് PG ചെയ്യണം, അല്ലെങ്കിൽ PG കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ജോലിയിലേക്ക് പ്രവേശിക്കണം എന്നുള്ളൊരു താല്പര്യം. അല്ലെങ്കിൽ ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ജോലിക്ക് കയറാനായിരിക്കും. എനിവേ അൾട്ടിമേറ്റ് അവരുടെ ഒരു ഗോൾ എന്ന് പറയുന്നത് നല്ലൊരു ജോലിക്ക് കയറുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ജോലിക്ക് കയറാൻ വേണ്ടി ഇവരെന്താ ചെയ്യുന്നത്, പല കുട്ടികളും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രിക്ക് ശേഷമാണ് അവർ ജോലി നോക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ PGക്ക് ശേഷമാണ് ജോലി നോക്കുന്നതെങ്കിൽ ഇവർ പഠിച്ച മേഖലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേക്കൻസീസ് ഉണ്ടോ എന്ന് നോക്കും, ഓൺലൈനിൽ ഒരു വേക്കൻസി കാണുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു വേക്കൻസി കാണുന്നു, അതിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇവർ അപ്ലൈ ചെയ്തു, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു, ഇവർക്ക് കിട്ടി. അപ്പോൾ ഇവരുടെ കയ്യിൽ ഇപ്പോൾ നിലവിലുള്ള എന്താണ്, ഇവർ ഡിഗ്രി പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ PG ചെയ്തിട്ടുണ്ടെങ്കിൽ PGയുടെ സർട്ടിഫിക്കറ്റ്, ഇത് രണ്ടും ഇവരുടെ കയ്യിലുണ്ടാവും. ഓക്കെ, ഇതുമായിട്ടാണ് ഈ കുട്ടി എന്ത് ചെയ്യുന്നത്, ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് ജസ്റ്റ് ചിന്തിക്കുക, അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ഒരു സ്റ്റുഡൻറ്റ് മാത്രമാണ് അവിടെ ജോലിക്ക് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വേണ്ടി ചെല്ലുന്നത് അല്ല, അവിടെ നിരവധി ആളുകൾ അല്ലെങ്കിൽ ഇഷ്ടംപോലെ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, വന്നിട്ടുണ്ടാവും. അപ്പോൾ പല ആളുകൾക്കും പല ക്വാളിഫിക്കേഷനിലുള്ള ആളുകളുണ്ടാവും, വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടാവും, എക്സ്ട്രാ സ്കില്ലുള്ള ആളുകളുണ്ടാവും. അപ്പോൾ ആ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഹയർ ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഫ്രഷറിനെ
ആയിരിക്കും ഹയർ ചെയ്യുന്നത്, മറിച്ച് ഒരു എക്സ്ട്രാ സ്കില്ലോ അല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളെ ആയിരിക്കും ഹയർ ചെയ്യുന്നത്. മേ ബി സർട്ടിഫിക്കേഷൻ സിമിലർ ആയിരിക്കും, ഡിഗ്രി സർട്ടിഫിക്കേഷനും ഈ സ്റ്റുഡൻറ്റിനും ഉണ്ട് മറ്റേ സ്റ്റുഡൻറ്റിനും ഉണ്ട്. പക്ഷേ മറ്റേ സ്റ്റുഡൻറ്റിന് എന്താണ്, അവർക്ക് എക്സ്ട്രാ എക്സ്പീരിയൻസ് ഉണ്ട്, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അല്ലെങ്കിൽ എക്സ്ട്രാ സ്കില്ലും ഉണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് കമ്പനി എന്ത് ചെയ്യും, വർക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്കില്ലുള്ള ആളെ ഹയർ ചെയ്യും. അപ്പോൾ ഈ ഫ്രഷേഴ്സ് എന്ത് ചെയ്യും, അവിടെ തടയപ്പെടും. കാരണം ഈ ഫ്രഷേഴ്സിന് എന്ത് ചെയ്യത്തില്ല, ജോലി കിട്ടത്തില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമ്പനീസ് ഹയർ ചെയ്യുന്ന സമയത്ത് അവർക്കറിയാം ഒരു ഫ്രഷർ വരുന്ന സമയത്ത് അവർക്ക് എത്രത്തോളം ഒരു പ്രാക്ടിക്കൽ നോളജ് ഉണ്ട് എന്നുള്ള കാര്യം. കാരണം നമ്മളുടെ കോളേജസിൽ എന്ന് പറയുന്നത് ഏകദേശം 80% തിയറിയും 20% എന്തുള്ളൂ, പ്രാക്ടിക്കൽ നോളജസ് ഉള്ളൂ. അപ്പോൾ ഈ 20% പ്രാക്ടിക്കൽ നോളജ് വെച്ചിട്ടാണ് ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇൻ്റർവ്യൂസിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മാത്രം പോരാ. കാരണം ഈ കാലഘട്ടത്തിൽ ഓരോ കമ്പനീസ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യാൻ താല്പര്യപ്പെടുക. ഇവരൊരു പുതിയൊരു ഫ്രഷറിനെയാണ് ഇവർ ഹയർ ചെയ്യുന്നതെങ്കിൽ ആ ഫ്രഷറിന് ആദ്യം എന്ത് ചെയ്യണം, ജോലി പഠിപ്പിക്കണം, സ്കില്ല് പഠിപ്പിക്കണം, അതിനുശേഷം വേണം ജോലി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ട്രെയിനിങ് അവർക്ക് കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ടൈം ആൻഡ് എഫേർട്ട് എല്ലാം അവിടെ നഷ്ടമാകുന്നുണ്ട്. പക്ഷേ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളെ അല്ലെങ്കിൽ ഒരു സ്കില്ലുള്ള ആളെയാണ് ഹയർ ചെയ്യുന്നതെങ്കിലുള്ള ഗുണം എന്താണ്, അവർക്ക് വേറെ ടൈം ആൻഡ് എഫേർട്ട് പിന്നെ അതിനകത്ത് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഫ്രഷേഴ്സിനെ മാറ്റിക്കൊണ്ട് മാക്സിമം എക്സ്പീരിയൻസ് കാൻഡിഡേറ്റ്സിനെ ഹയർ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ അറ്റ് ദ സെയിം ടൈം സ്കില്ലുള്ളൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഫ്രഷർ ആണെങ്കിൽ തന്നെയും അവന് സ്കില്ലുണ്ടെങ്കിൽ ഏത് കമ്പനീസും എന്ത് ചെയ്യും, ഹയർ ചെയ്യും. കാരണം അവന് വർക്ക് എക്സ്പീരിയൻസ് ഇല്ല, പക്ഷെ അവന് ജോലി ചെയ്യാൻ അറിയാം, എങ്ങനെ ആ പണി ചെയ്യണമെന്ന് അറിയാം. അതാണ് സ്കില്ലിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും സ്കിൽ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം അനിവാര്യമായിട്ടുള്ള കാര്യമാണെന്നുള്ളത്, അല്ലേ? ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ താല്പര്യപ്പെടുവാണ്. ഹൗ ടു ചൂസ് എ കരിയർ. ഓക്കെ, ഓരോ സ്റ്റുഡൻസും ഈ ഒരു ചോദ്യം അവരുടെ മനസ്സിൽ പലപ്പോഴും വരുന്നൊരു ചോദ്യമാണ്, എൻ്റെ കരിയർ ഞാൻ എങ്ങനെ ചൂസ് ചെയ്യണം. ഓക്കെ, ഈ വാട്ട്സ് നെക്സ്റ്റ് എന്ന് പറയുന്ന ചോദ്യം നമ്മളുടെ മനസ്സിൽ, ഈവൻ നമ്മളുടെ മനസ്സിലായിക്കോട്ടെ ഓരോ കുട്ടികളുടെ മനസ്സിലായിക്കോട്ടെ എപ്പോഴും വരുന്നൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ SSLC അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡൊക്കെ എത്തുന്ന സമയത്ത് എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എടാ ഇത് നിൻ്റെ ടേണിംഗ് പോയിന്റ് ആണ്, നീ നന്നായിട്ട് പഠിക്കണം, ഇതാണ് നിൻ്റെ ടേണിംഗ് പോയിന്റ്. ഓക്കെ, അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു, SSLC പാസ്സായി, കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ അവിടെ ചോദ്യം വരുന്നു, വാട്ട്സ് നെക്സ്റ്റ്, അടുത്തത് എന്താണ്? ഓക്കെ, അങ്ങനെ നമ്മൾ +1 +2ലേക്ക് പ്രവേശിക്കുന്നു, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നു, അതിലേക്ക് കയറുന്നു. അവിടെയും നമ്മൾ നന്നായിട്ട് പഠിച്ചു, അവിടെയും പറയുന്നു ദിസ് ഈസ് യുവർ ടേണിംഗ് പോയിന്റ്, അല്ലേ? അപ്പോൾ അവിടെയും ടേണിംഗ് പോയിന്റ് നമ്മൾ കേട്ടു. അങ്ങനെ നമ്മളത് പഠിച്ചു, ഡിഗ്രി +1 +2 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത ചോദ്യം വാട്ട്സ് നെക്സ്റ്റ്, ഇനി അടുത്തത് എന്താണ്, ഡിഗ്രി ആണോ? ഓക്കെ, അങ്ങനെ നമ്മൾ ഡിഗ്രിയിലേക്ക് പ്രവേശിച്ചു, ഡിഗ്രി ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തു, അതിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തു. ഓക്കെ, എഗെയിൻ നമ്മൾ നന്നായിട്ട് പഠിച്ചു, ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് അവിടെയും പറയുന്നു ദിസ് ഈസ് യുവർ ടേണിംഗ് പോയിന്റ്, നീ നന്നായിട്ട് പഠിക്കണം. അങ്ങനെ ഡിഗ്രിയും കംപ്ലീറ്റ് ചെയ്തു. എഗെയിൻ ഈ ചോദ്യം വരുന്നു, വാട്ട്സ് നെക്സ്റ്റ്. അപ്പോൾ ഈ വാട്ട്സ് നെക്സ്റ്റ് എന്ന് പറയുന്ന ചോദ്യം എപ്പോഴും വരും. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിന് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട്സ് നെക്സ്റ്റ് ജോലിക്ക് പോകണോ അല്ലെങ്കിൽ PGക്ക് പോകണോ? ഓക്കെ, ദെൻ അവർ PG ചൂസ് ചെയ്യുന്നു വിചാരിക്കുക, ഫർദർ സ്റ്റഡീസിന് പോയി. അങ്ങനെ ഫർദർ സ്റ്റഡീസിന് പോയി കഴിഞ്ഞാലും അഗെയിൻ ഈ ചോദ്യം വരും, വാട്ട്സ് നെക്സ്റ്റ്, അടുത്ത നീ എന്താ ചെയ്യുന്നത്? ഓക്കെ, എനിവേ അൾട്ടിമേറ്റ്ലി ഇവരെവിടെ ചെല്ലണം, ഈ പറയുന്ന ജോലി എന്ന് പറയുന്ന അല്ലെങ്കിൽ നല്ലൊരു ജോബ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് ചെല്ലണം. അപ്പോൾ ഒരു ജോബിനെ പറ്റി ഒരു സ്റ്റുഡൻറ്റ് ചിന്തിച്ച് തുടങ്ങുന്ന സമയത്ത് അവരുടെ മനസ്സിലേക്ക് വരുന്ന പല പല തോട്ട് ഉണ്ട്. ഓക്കെ, സോ നല്ലൊരു ജോബ് ആയിരിക്കണം, നല്ലൊരു പെർഫെക്റ്റ് കരിയർ ഉണ്ടാവണം. ഓക്കെ, ഒരു ജോബ് കിട്ടി എന്നുള്ളതിനേക്കാൾ ഉപരി അത്യാവശ്യം നല്ലൊരു സാലറി കിട്ടുന്നൊരു ജോബ് ആയിരിക്കണം. കാരണം ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു സാലറി ഉള്ളൊരു ജോബ് വേണം എന്നുള്ളൊരു തോട്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ബെസ്റ്റ് കരിയർ എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ബിൽഡ് ചെയ്യണമെങ്കിൽ, ബെസ്റ്റ് കരിയർ നമുക്ക് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ജോലി കിട്ടിയാൽ പോരാ, നല്ലൊരു ജോലി തന്നെ കിട്ടണം. അപ്പോൾ അതിനെന്ത് വേണം, എക്സ്ട്രാ സ്കില്ല് ലേൺ ചെയ്യണം. ഡിഗ്രി ഉള്ളത് കൊണ്ടോ PG ഉള്ളത് കൊണ്ടോ മാത്രം പോരാ, മറിച്ച് എക്സ്ട്രാ നല്ലൊരു സ്കില്ല് വേണം എന്നുള്ളൊരു തിരിച്ചറിവ് കുട്ടികൾക്കുണ്ടാകണം. എങ്കിൽ മാത്രമേ അവർക്ക് നല്ലൊരു കരിയർ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബിൽഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇവിടെയാണ് സ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, സ്കിൽ ഉണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ഒരു പാഷനിലേക്ക്
സിമ്പിളായിട്ട് ഗ്രോ ചെയ്ത് അവിടെ എത്തിച്ചേരാൻ വേണ്ടി എന്ത് ചെയ്യുന്നത് സാധിക്കുന്നത്. അപ്പോൾ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെയാണ് അവോധ എന്ത് ചെയ്യുന്നത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് അവരുടെ പാഷനിലേക്ക് എത്താൻ അല്ലെങ്കിൽ അവരുടെ അൾട്ടിമേറ്റ് ഗോളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നു. എങ്ങനെ? നമ്മളൊരു എക്സ്ട്രാ സ്കില്ല് നമ്മൾ ഇവരെ ലേൺ ചെയ്യിച്ചിട്ട് അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല് ഇവരെ പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവരെ ജോലി എന്ന് പറയുന്ന ഇവരുടെ ആ ഒരു ഡ്രീമിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയാണ് അവോധ എന്ത് ചെയ്യുന്നത്, കുട്ടികളെ സഹായിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പോസ്റ്റ് കോവിഡ് ഇറയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു 5 ബെസ്റ്റ് സെക്ടേഴ്സ് ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. പോസ്റ്റ് കോവിഡ് ഇറ എന്ന് പറയുന്നത് കോവിഡിന് ശേഷമുള്ള കാലഘട്ടം. അപ്പോൾ ഈ കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഏതൊക്കെയാണ് ബെസ്റ്റ് സെക്ടേഴ്സ്, നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന മേഖലകൾ ഏതൊക്കെയാണ്? ഓക്കെ, സോ ഇവിടെ കൊടുത്തിരിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസസ് എന്ന് പറയുന്ന ആ ഒരു മേഖലയാണ്. ഓക്കെ, മെഡിക്കൽ റിലേറ്റഡ് മേഖലയാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് IT ആൻഡ് സൈബർ സെക്യൂരിറ്റി. ഓക്കെ, ഇതും ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആണ്. മറ്റൊന്ന് ലേണിംഗ് ആൻഡ് എഡ്ടെക് വരുന്നുണ്ട്. അതിനുശേഷം അടുത്തത് വരുന്നത് കോമേഴ്സ് ആൻഡ് ലോജിസ്റ്റിക്സ് വരുന്നുണ്ട്. ആൻഡ് ദെൻ റിമോട്ട് സർവീസസ് ആൻഡ് ഫ്രീലാൻസിങ്. ഓക്കെ, ഈ മേഖലകളൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് സെക്ടേഴ്സ് ആയിട്ട് കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന മേഖലയിലൊക്കെ ഉള്ള എല്ലാ ട്രെയിനിങ്സും അവോധ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റ് ഓഫ് കോഴ്സസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവോധ പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ സ്കിൽ ട്രെയിനിങ്ങും ഈ പറയുന്ന മേഖലകൾ ബേസ് ചെയ്തിട്ടുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ അവോധ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്കില്ല് ചുമ്മാ ഒരു കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ കൊടുക്കുന്ന സ്കില്ല് അവരുടെ ലൈഫിൽ അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം. അവർക്ക് നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ തക്കതായിട്ടുള്ള ഒരു സ്കില്ലായിരിക്കണം എന്നുള്ളൊരു കൺസേണോട് കൂടെയാണ് അവോധ എന്ത് ചെയ്യുന്നത്, ആ ഓരോരോ ഏറ്റവും ജോബ് വേക്കൻസീസ് അവൈലബിൾ ആയിട്ടുള്ള മേഖലകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അതിൻ്റെ സ്കില്ല് എന്ത് ചെയ്യുന്നത് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അവോധ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടി പഠിക്കുന്ന കുട്ടി അവൻ്റെ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ജോബ് എന്ന് പറയുന്ന നെക്സ്റ്റ് സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു ബ്രിഡ്ജാണ് എന്ത് ചെയ്യുന്നത്, അവോധ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവോധ ഈ ബ്രിഡ്ജ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഓരോ കുട്ടികൾക്കും അവോധ ത്രൂ എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു സ്കിൽ ലേൺ ചെയ്ത് ഈ ബ്രിഡ്ജിലൂടെ അവൻ്റെ ആ ഒരു ആഗ്രഹത്തിനൊത്തവണ്ണം ആ പെർട്ടിക്കുലർ ഡ്രീമിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അവോധ എന്ത് ചെയ്യും, സഹായിക്കും. ഓക്കെ, സോ ദിസ് ഈസ് അവർ മെയിൻ ഫോക്കസ്. നമ്മുടെ അവോധയുടെ മെയിൻ മിഷൻ എന്ന് പറയുന്നത് ഇതാണ്: വരുന്ന തലമുറയെ നല്ലൊരു സ്കിൽഡ് വർക്കേഴ്സ് ആയിട്ട് വാർത്തെടുക്കുക, എന്നിട്ട് അവരെ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും ട്രെയിനിങ്സ് അവോധ കൊടുക്കുന്നുണ്ട്, ഇത്രയും ഓൺലൈൻ പ്രോഗ്രാംസ് അവോധ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്കിൽ തന്നെയും അവോധ ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കുന്നത് വളരെ കുറവാണ്. ഓക്കെ, സോ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവോധ മീൻസ് ആസ് എ കമ്പനി വൈസ് അവോധ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്ലവേഴ്സ് ചാനലിൽ ഒരു ചെറിയൊരു ആഡ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ നാളുകൾക്ക് മുൻപ്. ഒരു കുറച്ച് സെക്കൻഡ്സുകൾ മാത്രം നിൽക്കുന്ന, നിങ്ങൾക്ക് ഈ കാണുന്ന ഒരു സ്ക്രീൻഷോട്ട് കാണാൻ പറ്റുമല്ലോ, ഈ ഒരു ആഡ് മാത്രമാണ് അവോധ എന്ത് ചെയ്തത്, കുറച്ച് നാൾ TV റൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, പക്ഷേ മറ്റുള്ള പ്രൊമോഷൻസ് അല്ലെങ്കിൽ മറ്റുള്ള അഡ്വർടൈസ്മെന്റ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയാസിൽ ഇൻസ്റ്റയ്ക്ക് ത്രൂ നമ്മൾ കുറച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് ഭൂരിഭാഗം നമ്മളുടെ സ്റ്റുഡൻറ് സ്ട്രെങ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 80% സ്റ്റുഡൻറ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓറൽ അഡ്വർടൈസ്മെന്റ്സ് ത്രൂ വന്നിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് പഠിച്ച് കോഴ്സ് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ നല്ലൊരു കാര്യമാണ് അവോധ ചെയ്യുന്നത്, നല്ലൊരു പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അവോധയിൽ നിന്ന് കിട്ടാൻ സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് വന്നതിന് ശേഷമാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, അവരുടെ ഫ്രണ്ട്സിനോട് പോയി സജസ്റ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളോട് ഒരു കാര്യം ഒരാൾ എന്തെങ്കിലും പറഞ്ഞു, ഇന്ന പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ആ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്ത് അത് നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന് നമ്മൾക്കൊരു തിരിച്ചറിവ് വന്നാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, ആ പ്രൊഡക്റ്റ് മറ്റുള്ള ആളുകളോട് നമ്മൾ സജസ്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലേ? പക്ഷെ ആ പ്രൊഡക്റ്റ് കൊള്ളത്തില്ലെങ്കിലോ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. പക്ഷെ നിങ്ങളിവിടെ നോക്കിയാൽ മതി, 80% നമ്മളുടെ ഇവിടുത്തെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഓരോ സ്റ്റുഡൻസിൻ്റെ
ഫ്രണ്ട്സോ റിലേറ്റീവ്സോ അവരുടെ പരിചയത്തിലോ വന്നിട്ടുള്ള കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ ഓൾറെഡി അവർക്ക് ഇൻട്രസ്റ്റ് ആയി കോഴ്സ് പഠിച്ചു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു, മറ്റുള്ള കുട്ടികളോട് മറ്റുള്ള ആളുകളോട് സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, വലിയൊരു പബ്ലിക്കായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യുന്നതിനേക്കാൾ ഉപരി നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടംപോലെ കുട്ടികൾ ഈ പറയുന്ന ഷോർട്ട് സ്പാൻ കൊണ്ട് അല്ലെങ്കിൽ ഈ ഷോർട്ട് പീരീഡ് കൊണ്ട് തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, അവോധയിലേക്ക് കുട്ടികൾ എത്താൻ തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ പ്രൊഡക്ട്സ് അവോധ കൊടുക്കുന്ന ട്രെയിനിങ്സ് എന്ന് പറയുന്നത് അത്രയും വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ട്രെയിനിങ് ആണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു കോഴ്സ് പഠിപ്പിച്ച് വിടുക എന്നുള്ളത് മാത്രമല്ല, ഞാൻ അഗെയിൻ പറയുന്നു, അവോധയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കുട്ടികളെ നല്ലൊരു സ്കില്ല് പഠിപ്പിക്കുക, എന്നിട്ട് വരുന്ന തലമുറയെ സ്കിൽ വർക്കേഴ്സ് ആയിട്ട് അവരെ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടെയാണ് അവോധ എന്ത് ചെയ്യുന്നത്, സ്കിൽ ട്രെയിനിങ്സ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് ഒരു സ്കിൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത എന്നുള്ളത് അല്ലേ. അപ്പോൾ ഒരു സ്കിൽ ട്രെയിനിങ് ഒരു കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ലൈഫിൽ തന്നെ അവനൊരു നല്ലൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കും, നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് ഒരു സ്കിൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത ഒരു കുട്ടിയുടെ ജീവിതത്തിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ പറയുന്നത് പോലെ തന്നെ നമ്മളുടെ ഈ ഒരു മോഡ്യൂളിന് നമുക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് മോഡ്യൂളെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഈ മോഡ്യൂളിൻ്റെ ടെസ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്യുക. ടെസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരെ ഡിസ്ക്രിപ്ഷനിൽ ചെല്ലുക, അവിടെ ടെസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ട്, അത് വെച്ചിട്ട് ഈ ടെസ്റ്റും ക്ലിയർ ചെയ്യുക. ഓക്കെ, സോ വിഷ് ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു സോ മച്ച്.